ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വടക്കുകിഴക്കൻ മേഖലയിലേക്ക് ആഗോള ആഭ്യന്തര നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള റൈസിംഗ് നോർത്ത് ഈസ്റ്റ് നിക്ഷേപക ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. കേന്ദ്ര സർക്കാർ ഭവന പദ്ധതികളിൽ ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം ഏർപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജർമ്മനിയിൽ നടക്കുന്ന ജൂനിയർ വേൾഡ് കപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യൻ താരം റൈസ ധില്ലന് വെള്ളി. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് ജയം. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ ഇന്ന് ആരംഭിക്കുന്ന റൈസിംഗ് നോർത്ത് ഈസ്റ്റ് നിക്ഷേപക ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. വടക്കുകിഴക്കൻ മേഖലയെ അവസരങ്ങളുടെ നാടായി ഉയർത്തിക്കാട്ടുന്നതിനും ആഗോള ആഭ്യന്തര നിക്ഷേപം ആകർഷിക്കുന്നതിനുമാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. 2 ദിവസത്തെ ഉച്ചകോടിയിൽ മന്ത്രിതല സെഷനുകൾ, നിക്ഷേപ പ്രോത്സാഹനം സംബന്ധിച്ച വിവിധ വകുപ്പുകൾ ഏകോപിപ്പിക്കുന്ന പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രതിരോധ സേനാ ബഹുമതിദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സൈനികർക്കുള്ള ഗാലൻട്രി അവാർഡുകൾ സമ്മാനിച്ചു. വിവിധ സേനാ, അർദ്ധസേന, പോലീസ് വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ശൌര്യചക്ര പുരസ്കാരമടക്കം രാഷ്ട്രപതി വിതരണം ചെയ്തു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്ര രാജ്യരക്ഷാ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പാകിസ്ഥാനുമായുള്ള ഏതൊരു ഉഭയകക്ഷി ചർച്ചയും പാക് അധിനിവേശ കാശ്മീരിനെക്കുറിച്ച് മാത്രമായിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ തുർക്കിയെ പിൻവലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. जम्मू कश्मीर के मामले में और सिर्फ एक ही बात पर बातचीत होगी, वो है कि जो इल्लीगल तरीके से पाकिस्तान जो भारतीय भूमि को कब्जा कर रखा है उसको जल्द से जल्द वेकेट करे. जहां तक सिंधु जल संधि का सवाल है वो अबेंस में रहेगा तब तक जब तक पाकिस्तान विश्वसनीय तरीके से आतंकवाद को खत्म नहीं करता. അതിർത്തി കടന്ന് ഭീകരത നടത്തുന്നവരെ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്നതിനാണ് സർവകക്ഷി പ്രതിനിധി സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചതെന്ന് ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. ബെർലിനിൽ നടക്കുന്ന യൂറോപ്പിലെ ഇന്ത്യൻ അംബാസഡർമാരുടെ പ്രാദേശിക സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ, ഭീകരതയോടുള്ള ഇന്ത്യയുടെ സഹിഷ്ണുതയില്ലാത്ത നിലപാട് എന്നിവ യോഗത്തിൽ ചർച്ചയായതായി ജയശങ്കർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. യൂറോപ്പുമായി കൂടുതൽ ആഴത്തിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ഇടപെടലുകൾക്കായി പുറപ്പെട്ട ആദ്യ 2 സംഘങ്ങൾ യുഎഇയിലും ജപ്പാനിലും വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ഡിഎംകെ എംപി കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള 3ാമത്തെ സംഘം റഷ്യയിലെത്തി. റഷ്യ, സ്പെയിൻ, ഗ്രീസ്, സ്ലോവേനിയ, ലാത്വിയ എന്നീ രാജ്യങ്ങളാണ് സംഘം സന്ദർശിക്കുന്നത്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ശക്തമായ നിലപാട് ലോകത്തെ കൃത്യമായി അറിയിക്കുമെന്ന് ശ്രീമതി കനിമൊഴി പറഞ്ഞു. This is just to explain what has happened in India. We've lost lives because of terrorism and we cannot remain silent and accept what is going on. The world has to understand, and I don't think any country in the world keeping quiet in front of terrorism. So we have to join together and come together to fight against terrorism. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ജാപ്പനീസ് വിദേശകാര്യ ഉപമന്ത്രി തകെഹിരോ ഫനകോഷിയുമായി ടോക്കിയോയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തെക്കുറിച്ച് വിക്രം മിസ്രി കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു. ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിനിടെ ജവാന് വീരമൃത്യു. സിംഗ്പോര ചത്രോ വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ. പ്രദേശത്ത് വെടിവയ്പ് തുടരുകയാണ്. കേരളത്തിലെ വടകര, ചിറയൻകീഴ് ഉൾപ്പെടെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 103 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നാടിന് സമർപ്പിച്ചു. പുതുച്ചേരിയുടെ ഭാഗമായ മാഹി റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരം ഡിവിഷന്റെ ഭാഗമായ കുഴിത്തുറൈ റെയിൽവേ സ്റ്റേഷനും ഇതിൽ ഉൾപ്പെടുന്നു. വടകര നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായി. ചിറയൻകീഴ് നടന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. ബീഹാറിലെ ജബൽപൂർ റെയിൽ വർക്ക് ഷോപ്പിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാഗൺ പീരിയോഡിക് ഓവർ ഹൌളിംഗ് സംവിധാനത്തിന്റെ തറക്കല്ലിടൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് നിർവഹിക്കും. 79 കോടി രൂപ ചെലവിലാണ് പുതിയ സംവിധാനം നിർമ്മിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേന്ദ്ര സർക്കാർ ഭവന പദ്ധതികളിൽ ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം ഏർപ്പെടുത്തി. ഭിന്നശേഷിക്കാർക്ക് പൊതുസേവനങ്ങളുടെ ലഭ്യത, സ്ഥാനം, തുല്യത എന്നിവ ഉറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് മന്ത്രി മനോഹർ ലാൽ ഖട്ടറാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഇന്ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി കനകക്കുന്നിൽ നടന്നുവരുന്ന പ്രദർശന വിപണന മേളയ്ക്കും ഇന്ന് സമാപനമാകും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന കലാമേളയിൽ വിവിധ പുരസ്കാരം നേടിയ സ്റ്റാളുകൾക്കും അച്ചടി, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങൾക്കുമുള്ള പുരസ്കാരം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സമ്മാനിച്ചു. ശ്രവ്യ മാധ്യമത്തിനുള്ള പുരസ്കാരം ആകാശവാണിക്ക് ലഭിച്ചു. ഇടുക്കി മൂന്നാറിൽ പുലിയുടെ സാന്നിധ്യം. വീട്ടുമുറ്റത്ത് കിടന്ന വളർത്തുനായയെ പുലി കൊണ്ടുപോയി. ഒരാഴ്ച മുമ്പ് മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ കടുവകളുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. ദേവികുളം മിഡിൽ ഡിവിഷൻ സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ രവിയുടെ വളർത്തുനായയെയാണ് പുലി കൊണ്ടുപോയത്. വീട്ടിൽ നിന്നും ഇന്നലെ രാവിലെ മുതൽ നായയെ കാണാതായിരുന്നു. വൈകുന്നേരവും തിരികെ എത്തിയിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ വീട്ടിലെ CCTV പരിശോധിച്ചപ്പോഴാണ് പുലർച്ചെ വീട്ടുമുറ്റത്തെത്തിയ പുലി വളർത്തുനായയെ കടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരാഴ്ച മുമ്പ് മൂന്നാറിന് സമീപം മാട്ടുപ്പെട്ടി RT എസ്റ്റേറ്റിൽ കടുവകളുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിരുന്നു. ഇതേ തുടർന്ന് RRT സംഘത്തിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയതിനൊപ്പം പ്രദേശത്ത് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം അടുത്ത 2 ദിവസത്തിനുള്ളിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ 12 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങൾ വ്യാപക മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ജർമ്മനിയിൽ നടക്കുന്ന ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷൂട്ടിംഗ് വനിതാ സ്കീറ്റ് ഇനത്തിൽ ഇന്ത്യൻ താരം റൈസ ധില്ലന് വെള്ളിമെഡൽ. ബ്രിട്ടൻ താരം സ്വർണവും ജർമ്മൻ താരം വെങ്കലവും നേടി. ജൂനിയർ വേൾഡ് കപ്പിൽ ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന 3ാമത്തെ മെഡലാണിത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 33 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. ഇന്ത്യയുടെ GDP വളർച്ചാ സാധ്യത അടുത്ത 5 വർഷത്തിനുള്ളിൽ 6.4% ആഗോള റേറ്റിംഗ് ഏജൻസി ആയ ഫിച്ച് റേറ്റിംഗ്സ് അറിയിച്ചു. നിലവിലെ GDPയിൽ നിന്ന് 0.2% വളർച്ചയാണ് വരും വർഷങ്ങളിൽ ഇന്ത്യയ്ക്ക് ഉണ്ടാകുക. സമീപ വർഷങ്ങളിൽ രാജ്യത്തെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലുണ്ടായ വൻ വർധനയെ തുടർന്നാണ് ഫിച്ചിന്റെ സ്ഥിരീകരണം. അതേസമയം ചൈനയുടെ വളർച്ച 4.6%-ൽ നിന്ന് 4.3%-ആകുമെന്നും ഫിച്ച് സ്ഥിരീകരിച്ചു. നരഭോജി കടുവയെ പിടികൂടാൻ മലപ്പുറം കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിന് മുകളിൽ മദാരിക്കുണ്ടിൽ പുതിയ കൂട് സ്ഥാപിച്ചു. നിലവിൽ വച്ച 2 കൂടുകൾക്ക് പുറമെയാണ് പുതിയത് സ്ഥാപിച്ചത്. കാളികാവ്, കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ ആർത്തല, മഞ്ഞൾപ്പാറ, മദാരിക്കുണ്ട് തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഈ പ്രദേശങ്ങളിലെ ആളുകൾ പരമാവധി ജാഗ്രത പുലർത്തണമെന്നും രാവിലെയും വൈകിട്ടും ഒറ്റയ്ക്കുള്ള സഞ്ചാരം ഒഴിവാക്കണമെന്നും വനംവകുപ്പ് നിർദ്ദേശിച്ചു. അമേരിക്കയും ഇറാനുമായുള്ള പരോക്ഷ ചർച്ചകൾ ഇന്ന് റോമിൽ നടക്കും. ഇത് 5ാം തവണയാണ് ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്കായി ഒന്നിക്കുന്നത്. ഒമാൻ വിദേശകാര്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. മസ്കറ്റിലും റോമിലുമായി ഇതുവരെ 4 ചർച്ചകളാണ് നടന്നത്. ഒമാനാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. പരിപാടിയുടെ 122ാം പതിപ്പാണിത്. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും അറിയിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ജമ്മു കശ്മീരിലെ കിരു ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട കൈക്കൂലി കേസിൽ ജമ്മു കശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിനും മറ്റ് 5 പേർക്കുമെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. 2022-ൽ കിരു ജലവൈദ്യുത പദ്ധതിയിൽ സിവിൽ ജോലികൾക്കായി 2200 കോടി രൂപയുടെ കരാർ അനുവദിച്ചതിലെ അഴിമതിയെക്കുറിച്ച് ജമ്മു കശ്മീർ സർക്കാരാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് ആഗോള ആഭ്യന്തര നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള റൈസിംഗ് നോർത്ത് ഈസ്റ്റ് നിക്ഷേപക ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. കേന്ദ്ര സർക്കാർ ഭവന പദ്ധതികളിൽ ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം ഏർപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജർമ്മനിയിൽ നടക്കുന്ന ജൂനിയർ വേൾഡ് കപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യൻ താരം റൈസ ധില്ലന് വെള്ളി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.